ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ്. ഗാഢത എന്നാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാളത്തിൽ അർത്ഥം. എന്താണ് ഗാഢത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മളല്പം വാട്ടർ എടുത്തു, ആ വാട്ടറിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ സോൾട്ട് ആദ്യം നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ഇട്ടു. അപ്പം ഉപ്പിൻ്റെ ലായനിയായി ആ സോൾട്ടിൻ്റെ രുചി വളരെ കുറവാണ്. വീണ്ടും നമ്മൾ കുറേ കൂടെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് സോൾട്ട് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കഠിനമായ, അതുപോലെ തന്നെ ദ്രാവകം കുറേ കൂടെ കൊഴുത്ത് വരിക അല്ലേ, കൊഴുപ്പ് കൂടി വരിക. അപ്പോൾ എന്താ സംഭവിക്കുക? ഗാഢത കൂടുകയാണ്. അതായത് ആ സൊല്യൂഷനിലുള്ളിൽ നമ്മൾ ആഡ് ചെയ്ത പദാർത്ഥത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കൂടുന്നു. അതായത് ഗാഢത എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ ഗാഢതയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പല തരത്തിലുള്ള ടേംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ടേമാണ് മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വെയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് മോൾ ഫ്രാക്ഷൻ, തേർഡ് വൺ മൊളാരിറ്റി, ഫോർത്ത് വൺ മൊളാലിറ്റി. ഇത്രയുമാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വെയ്റ്റ് പെർസെൻറ്റേജ്. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള മാസ് പെർസെൻറ്റേജ് തന്നെയാണ്. മാസ് പെർസെൻറ്റേജ് ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്തായിരുന്നു? മാസ് ഓഫ് ദാറ്റ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനെക്കുറിച്ച് പഠിക്കുമ്പോൾ സൊല്യൂഷനിൽ 2 തരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. അതാദ്യം നിങ്ങളോടൊന്ന് പറയണം, എങ്കിലേ നിങ്ങൾക്ക് ബാക്കി കാര്യം പിടികിട്ടുള്ളൂ. 2 തരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. ഒന്നെന്താണ്? സൊല്യൂട്ട്, വേറെന്താണ്? സോൾവെൻറ്റ്. എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ ഒരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നറിലേക്ക് നമ്മളല്പം വാട്ടർ എടുത്തു. വാട്ടറിലേക്ക് നമ്മൾ സാൾട്ട് ആഡ് ചെയ്തു. സാൾട്ടിനെ നമുക്ക് NaCl എന്ന് പറയും, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 പദാർത്ഥങ്ങൾ, ഈ ലായനി നന്നായിട്ട് ലയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെ ലായനി എന്ന് വിളിച്ചു, ഇതിനെ സൊല്യൂഷൻ എന്ന് വിളിച്ചു. അപ്പോൾ ഈ ലായനിയിൽ 2 പദാർത്ഥങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡും വാട്ടറും. ഇതിൽ ഏത് പദാർത്ഥമാണ് നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡാണോ വാട്ടറാണോ കൂടുതൽ എടുത്തിരിക്കുന്നത്? വാട്ടറാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഏത് പദാർത്ഥമാണോ കൂടുതൽ അളവെടുക്കുന്നത് ആ പദാർത്ഥത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. Then the component which is present large excess in solution is called a solvent, and the component which is present smaller amount is called എന്താണ്? സൊല്യൂട്ട്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് ഏതാണ്? സോഡിയം ക്ലോറൈഡ്. അപ്പോൾ 2 തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സോൾവെൻറ്റും വേറൊന്ന് ഏതാണ്? സൊല്യൂട്ടും. എന്താണ് സൊല്യൂട്ട്? നിങ്ങൾ മലയാളത്തിൽ സൊല്യൂട്ട് എന്നുള്ളതിനെ ലീനമെന്ന് പറയും, സോൾവെൻ്റ് എന്ന് പറയുന്നതിന് ലായകമെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ സോൾവെൻ്റ് ലായകമെന്ന് പറയുന്നത് വാട്ടറും ലീനം എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ക്ലോറൈഡുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താണ് ഒരു ലായനിയുടെ സൊല്യൂട്ടിനെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ലായനിയുടെ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ ഞാൻ ഈ പുസ്തകത്തിൽ ആദ്യം മാസ് പെർസെൻറ്റേജ് എന്ന് വന്നിട്ടുള്ളൂ. മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണപ്പെടുന്നത്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. എങ്ങനെയാണ് ടോട്ടൽ മാസ് കണ്ടുപിടിക്കുന്നത്? സൊല്യൂട്ടിൻ്റെ മാസ് പ്ലസ് സോൾവെൻറ്റിൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് കിട്ടും. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, 100 എഴുതാൻ പറ്റില്ല. അത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് മോൾ ഫ്രാക്ഷൻ.
Mole fraction of a component in solution is the ratio of the number of moles of that component to the total number of moles of all the components present in solution. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ്റെ ഡെഫിനേഷനോ ഇക്വേഷനോ എക്സാമിന് ചോദിക്കും. ഇതിൽ ഡെഫിനേഷൻ ചോദിച്ചാലും ഇക്വേഷൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതിയാൽ മതി. എന്താണ് മോൾ ഫ്രാക്ഷൻ? It is the ratio of the number of moles of that component to the total number of moles of the component present in solution. അപ്പം നമുക്ക് ആദ്യമേ നോക്കാം എൻ ബിയും എൻ എയും. എന്താണ് എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. എൻ എ ആൻഡ് എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇത് എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ എന്ത് കൊടുക്കും? സൊല്യൂട്ട് എന്നുള്ളതിന് ബി എന്നും സോൾവെൻ്റ് എന്ന് പറയുന്നതിന് എ എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ വരും? എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എ, അല്ലെങ്കിൽ ചില പുസ്തകത്തിനകത്ത് കൈ എ എന്ന് ചില ടീച്ചേഴ്സ് വായിക്കും. കൈ എ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും സോൾവെൻറ്റും കാണാനുള്ള ഇക്വേഷൻസ് പിടികിട്ടിയോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കൈ ബി അല്ലെങ്കിൽ എക്സ് ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് എൻ ബി ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കൈ എ അല്ലെങ്കിൽ എക്സ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ദറ്റ് ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് എൻ എ ബൈ എൻ ബി. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. എൻ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആണ്. എ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താ? മാസ് ഡിവൈഡഡ് ബൈ ജി എം എം. ആരുടെയാ? എ. മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി എം എം ഓഫ് എ. ശരിയല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെ? മാസ് ഓഫ് എ ഡിവൈഡ് ബൈ ജി. അതിനെ നമുക്കിങ്ങനെ എഴുതാം, എം എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ബി. എം എ ഡിവൈഡ് ബൈ അല്ല, ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എം എ. എന്താ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് സോൾവെൻറ്റ്, എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സോൾവെൻറ്റ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ്, അതായത് ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി. ഇതിനകത്തിലില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് യൂണിറ്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എം. എം എന്നാണ്, ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി. ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതായത് നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചു. ആ 1 ലിറ്റർ വെള്ളത്തിനകത്തിൽ നമ്മളിപ്പോൾ 1 ലിറ്റർ വാട്ടർ എടുത്തിട്ട് ആ വാട്ടറിലേക്ക് നമ്മൾ എത്ര സോൾട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചു, എത്ര ഗ്രാം സോൾട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചു, അതിനെയാണ് ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര സോൾട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അതായത് ആ സൊല്യൂഷൻ്റെ ഗാഢതയാകും. മൊളാരിറ്റിയിൽ ഗാഢതയെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്ക് മൊളാരിറ്റിയെ കാണാനുള്ള ഇക്വേഷൻ മൊളാരിറ്റി ക്യാപിറ്റൽ എം
is equal to number of moles of solute divided by volume of solution in liter. Number of moles of solute divided by volume of solution in liter. അതല്ലെങ്കിൽ നമുക്ക് മൊളാരിറ്റിയെ നമുക്ക് ഇങ്ങനെ പറയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? WB/MB അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് WB/MB ആണ്. ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം രണ്ടാമത് ഈ കാണുന്നതാണ് വോളിയം ഓഫ് സൊല്യൂഷൻ. ഇനി ഇൻറ്റു മോളിലാണ് നമ്മൾ ഇൻറ്റു കൊടുക്കുന്നത്, ഇൻറ്റു 1000. ഇതാണ് മൊളാരിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ. എന്താണ് മൊളാരിറ്റി കാണാനുള്ള വേറൊരു ഇക്വേഷൻ? എന്താണ്? M is equal to WB/MB ഇൻറ്റു വോളിയം ഇൻറ്റു 1000. 1000 എന്ന് പറഞ്ഞാൽ ലിറ്ററിലാവുമ്പോൾ നമ്മൾ 1000ൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയാണ് മുകളിൽ 1000 കൊടുത്തത്. അപ്പോൾ മൊളാരിറ്റി കാണാനുള്ള വേറൊരു ഇക്വേഷൻ എന്താ? WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB ഇൻറ്റു V. അപ്പോൾ വാട്ട് ഈസ് മൊളാരിറ്റി? It is the number of moles of solute dissolved in 1 liter of the solution. Molarity M is equal to number of moles of solute divided by volume of solution, or WB into 1000 divided by MB into V. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ M. മറ്റേ മൊളാരിറ്റി ആയിരുന്നപ്പോൾ ക്യാപിറ്റൽ M, ഇത് മൊളാലിറ്റി ആയപ്പോൾ സ്മോൾ ലെറ്റർ. എന്താണ് മൊളാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ദി സോൾവെൻറ്റ്. അപ്പോൾ ഡിറ്റിയും ലിറ്റിയും തമ്മിൽ മനസ്സിലായല്ലോ. വ്യത്യാസം എന്താ മനസ്സിലായോ? ഡിറ്റി ആണെങ്കിൽ ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യും, ലിറ്റി ആണെങ്കിൽ കിലോഗ്രാമിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മൊളാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ദി സോൾവെൻറ്റ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ M. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ടാക്കിയാലോ? M is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? WB/MB ഇൻറ്റു പിന്നെ എങ്ങനെയാണ് അടുത്ത എന്താ? മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോൾവെൻറ്റിൻ്റെ മാസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? WA ഇൻറ്റു 1000. 1000 എന്ന് പറയുമ്പോൾ കിലോഗ്രാമും ഗ്രാമിലേക്ക് മാറ്റും. അപ്പം നമുക്ക് കിലോഗ്രാമിലായതുകൊണ്ട് 1000 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്ന്? മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? M is equal to WB into 1000 divided by MB into WA. ഇതാണ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് കാണും. It is the molality is the number of moles of solute present in 1 kilogram of the solvent. It is denoted by letter small letter M. Molality is equal to number of moles of solute divided by mass of solvent in kilogram. That is equal to WB into 1000 divided by MB into WA. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് പ്രോബ്ലം നോക്കാം. Find the molarity of a solution of H2SO4 having 4.9 gram of it dissolved in 500 centimeter cube of solution. അപ്പോൾ എന്താണ് അവിടെ കണ്ടുപിടിക്കുന്നത്? മൊളാരിറ്റി കണ്ടുപിടിക്കണം. ലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിറ്റിയിലാണ്. അപ്പം മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താണ് മൊളാരിറ്റി? ക്യാപിറ്റൽ M is equal to WB/MB ഇൻറ്റു ഇവിടെ 1000 കൊടുക്കുന്നു, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? ഇൻറ്റു വോളിയം. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് WB എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്?
ഏതാണ് ഇവിടെ ലയിച്ച് ചേരുന്നത്? H2SO4 ആണ് ലയിച്ച് ചേരുന്നത്. H2SO4 എവിടെ ലയിച്ച്? വെള്ളത്തിനകത്ത് ലയിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? H2SO4ഉം സോൾവെൻ്റ് എന്ന് പറയുന്നത് ആരാണ്? വാട്ടറുമാണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ ഭാരം ഇവിടെ എത്രയാണ്? 4.9 ഗ്രാം അല്ലേ? ഇനി ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ രണ്ടാമത് നമുക്ക് വേണ്ടത് MB ആണ് വേണ്ടത്. MB എത്രയാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാമല്ലോ. ഹൈഡ്രജൻ്റെ മാസ് 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2 പ്ലസ് 1 സൾഫറിൻ്റെ 32, 2 ഹൈഡ്രജൻ്റെ 2 പ്ലസ് 1 സൾഫറിൻ്റെത് 32 പ്ലസ് 4 ഓക്സിജൻ 16 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 98 കിട്ടി. അപ്പോൾ ഇവിടെ 98 കൊടുത്തു. ഇനി എത്ര വോളിയമാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? 500 സെൻറ്റിമീറ്റർ, അതായത് 500 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ മില്ലി ലിറ്റർ ആണ്. അപ്പോൾ വിയുടെ സ്ഥാനത്ത് 500 കൊടുത്തു ഇൻറ്റു 1000. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ എന്ന് മനസ്സിലായല്ലോ. എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്? 4.9/98 ഇൻറ്റു 1000/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മോളാർ M. രണ്ടാമത്തെ പ്രോബ്ലം നോക്കുക. 4 gram of NaOH are dissolved in 1 deciliter of solution. Find its molality of if the density of solution is 1.038 gram per centimeter cube. എന്താണ് ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഇവിടെ എത്രയാണ്? 1.038 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൊല്യൂട്ട് ഏതാണ്? NaOH. എത്ര ഭാരം? WB എന്ന് പറയുന്നത് എത്രയാണ്? 4 gram ആണ്. 1 deciliter സൊല്യൂഷനിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തറിയാം? ഡെൻസിറ്റി അറിയാം അല്ലേ? അപ്പോൾ ഡെൻസിറ്റി അറിയാം. മാസ് ഓഫ് 100 സെൻറ്റിമീറ്റർ ക്യൂബ്. ഡെസിലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡെസിലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ ക്യൂബിനെയാണ് 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്, 1 ഡെസിലിറ്റർ എന്ന് പറയുന്നത്. അപ്പം മാസ് ഓഫ് 100 ഡെസിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ്റെ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇവിടെ വോളിയം നമുക്കറിയാം. എത്രയാണ് വോളിയം? 100 ഇൻറ്റു ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 1.038 ദാറ്റ് ഈസ് ഈക്വൽ ടു 103.8 ഗ്രാം. ഇനി മാസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ അറിയാം. എത്രയാണ്? 4 ഗ്രാം. അങ്ങനെയാണെങ്കിൽ അതായത് ഇവിടെ നമുക്ക് WA ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് സോൾവെൻറ്റിൻ്റെ മാസ് മാസ് ഓഫ് 100 ഡെസിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ്റെതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അതുപയോഗിച്ചുകൊണ്ട് മാസ് ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കും. എത്രയാണ്? 103.8 മൈനസ് 4. ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊന്നും കൂടി പറയാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഭാരം. അതായത് WB 4 ഗ്രാം. സൊല്യൂട്ടിൻ്റെ ഭാരം നമുക്ക് തന്നു. ഇനി സൊല്യൂഷൻ്റെ എമൗണ്ടാണ്, മാസാണ് അവിടെ തന്നിരിക്കുന്നത്. സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കാൻ, അതായത് സൊല്യൂഷൻ്റെ ലായനിയുടെ മൊത്തത്തിലുള്ള മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് പറയുന്ന 1 ഡെസിലിറ്റർ സൊല്യൂഷനാണെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതെത്രയാണ്? 100 സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി എത്രയാണ്? 1.038 ആണ്. അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 103.8 ഗ്രാം കിട്ടി. ഇത് സൊല്യൂഷൻ്റെ മൊത്തത്തിലുള്ള ഭാരമാണ്. ഈ സൊല്യൂഷനുള്ളിൽ ആരൊക്കെയുണ്ട്? ലായനിയുടെ ഭാരവുമുണ്ട്, ലായകത്തിൻ്റെ ഭാരവുമുണ്ട്, ലീനത്തിൻ്റെ ഭാരവുമുണ്ട്. മൊത്തത്തിലാണ്. അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേരുന്നതാണ് 103.8. ഇതിൽ നിന്നും സോൾവെൻറ്റിൻ്റെ മാത്രം എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സോൾവെൻറ്റിൻ്റെ മാത്രം മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സൊല്യൂഷൻ്റെ മൊത്തം ഭാരം മൈനസ് സൊല്യൂട്ടിൻ്റെ ഭാരം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 99.8 ഗ്രാം കിട്ടി. ഇനി നമുക്ക് മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ? സ്മോൾ ലെറ്റർ M ഇസ് ഈക്വൽ ടു എന്ത് വരും?
WB/MB ഇൻറ്റു മോളിൽ 1000 ഡിവൈഡഡ് ബൈ ഇവിടെ ആരുടെയാണ് WA. ഇപ്പോൾ നമുക്ക് WB അറിയാം ഹോർഗ്രാം, MB അറിയാം NaOHൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ് 40 ആണ്. ഇനി WA ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്, അതായത് സോൾവെൻറ്റിൻ്റെ മാത്രം ഭാരം 99.82 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 1.002 M മൊളാൽ എന്ന് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ മോൾ പെർ കിലോഗ്രാം എന്ന് കിട്ടി. ഇത്രയുമാണ് നമ്മുടെ ഈ ടോപ്പിക്കിന് ഈ ചാപ്റ്ററിനകത്തിലുള്ളത്. ഇത്രയും ഈ വീഡിയോസ് നിങ്ങൾ നന്നായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ.